ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ലോകരാജ്യങ്ങൾ രംഗത്ത്. മസൂദ് അസ്ഹറിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നും ആവശ്യം. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. UN രക്ഷാസമിതിയിലാണ് ഇവർ ആവശ്യമുന്നയിച്ചത്. വിവരങ്ങളുമായി സന്തോഷ് സലങ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഇപ്പോൾ മസൂദ് അസ്ഹറിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. അമേരിക്ക കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭീകരരെ സഹായിക്കുന്നത് പാകിസ്ഥാൻ നിർത്തണമെന്നൊരു ആവശ്യം കൂടി അമേരിക്ക രംഗത്ത് വച്ചിരുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ തീർത്തും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയല്ലേ? അവന്തിക, ഇന്നലെയാണ് വളരെ നിർണായകമായൊരു നീക്കം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. 5 ലോകരാഷ്ട്രങ്ങളാണ് വീറ്റോ അധികാരത്തോടെ സുരക്ഷാ കൌൺസിലുള്ള. അതിൽ 3 രാജ്യങ്ങൾ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസ്ഹറിനെ ഭീകരനായി പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്നത് ഇന്ത്യക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു. അത് ഏറ്റവും ശക്തരായ രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും. ഇനിയുള്ളത് ചൈനയാണ്. ചൈനയും റഷ്യയുമാണ് ഇനി ബാക്കിയുള്ളത്. അതിൽ റഷ്യയും നേരത്തെ തന്നെ ഇന്ത്യയുടെ ഈ ആവശ്യത്തെ എതിർക്കാത്തൊരു രാജ്യമാണ്. ചൈനയാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇതിനെ എതിർക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെയ്ഷെ മുഹമ്മദിനെതിരെയുള്ള പ്രമേയത്തിൽ ചൈനയും ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഈ നിർദ്ദേശം ലക്ഷ്യം കാണും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് ഏറെ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു നീക്കം കൂടിയാണത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഈ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ഏത് രാജ്യത്ത് വെച്ചും ഇയാളെ പിടികൂടാൻ കഴിയും. മറ്റ് അംഗരാജ്യങ്ങളിൽ, ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളിൽ വെച്ച് അവരുടെ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യാൻ കഴിയും. മറ്റ് യാത്രകളെല്ലാം നിരോധിക്കാനും കഴിയും. ഇന്ത്യയുടെ എക്കാലത്തെ ആവശ്യമാണ്. കാരണം ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജെയ്ഷെ മുഹമ്മദ് തലവനാണ് മൗലാന മസൂർ. പിന്നെ ഇദ്ദേഹത്തെ ഒരിക്കൽ പിടികൂടുകയും പിന്നീട് വിമാന റാഞ്ചലൊക്കെ നടത്തി രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും. അന്നു മുതൽ തന്നെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ശക്തമായി ഇന്ത്യ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുകയാണ് ഈ സംഭവത്തോടു കൂടി എന്ന് തന്നെ പറയാം. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടം വർദ്ധിക്കുന്നത് അമേരിക്ക ആശങ്ക കൂടെ കാണുന്നു. ഇന്ന് രാവിലെയോട് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഇരു രാജ്യങ്ങളോടും മേഖലയിൽ സമാധാനം പുലർത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയോ പാകിസ്ഥാനോ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ അവന്തിക ചൂണ്ടിക്കാണിച്ച പോലെ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് പിന്തുണയുമായി അമേരിക്ക എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷമുണ്ടായ ആക്രമണങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊരാശങ്ക ഉണ്ടാക്കിയത് കൊണ്ടാണ് സ്വാഭാവികമായും സമാധാനം പുലർത്തണം എന്ന് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾക്കൊരു കുറവുമില്ല. ഇന്ന് രാവിലെയും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പല മേഖലകളിലും പാകിസ്ഥാൻ വെടിയുതിർത്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെടിവെപ്പുണ്ടായിരിക്കുന്നത് പൂഞ്ച് ഡിസ്ട്രിക്റ്റിലാണ്. അവിടുത്തെ കൃഷ്ണഘാട്ടി സെക്ടറിൽ രാവിലെ 6 മണിയോടുകൂടി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേന വെടിയുതിർത്തു. തുടർന്ന് ഇന്ത്യയും പ്രത്യാക്രമണം നടത്തി. ഏകദേശം 1 മണിക്കൂറോളം വെടിവെപ്പ് ഉണ്ടാവുകയും ചെയ്തു. ജമ്മുകാശ്മീരിലാകട്ടെ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പല സ്ഥലത്തും ഉണ്ടാക്കുന്നത് കൊണ്ട് അവധി നൽകിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് കൂടുതൽ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിലും ഈ എയർ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അവന്തിക, അതോടൊപ്പം തന്നെ സെർലിംഗ്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാകിസ്ഥാന്റെ പിടിയിലുള്ള ഇന്ത്യൻ സൈനികനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്? അവന്തിക, ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്നലെയാണ് നമ്മുടെ വിംഗ് കമാൻഡർ കൂടിയായ അഭിനന്ദൻ വർദ്ധമാൻ പാക് പിടിയിലാകുന്നത്. ഇന്ന് 2ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നയതന്ത്ര മേഖലയിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഇന്ത്യ ഔദ്യോഗികമായി നീക്കം ആരംഭിച്ചു. ഇയാളെ തിരിച്ചു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് 1949 ജനീവ കൺവെൻഷൻ പ്രകാരമുള്ള ഉടമ്പടിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധ തടവുകാരനായി തന്നെ അഭിനന്ദനെ പരിഗണിക്കണം. ഈക്വൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ സുരക്ഷയോടെ കൈകാര്യം ചെയ്യണം. എത്രയും വേഗം ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ ആശങ്ക എപ്പോൾ അദ്ദേഹം തിരിച്ചെത്തും എന്നാണ്. എന്തായാലും ഇത് സംബന്ധിച്ച്, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ ഏൽപ്പിക്കണം എന്നൊന്നും ജനീവ കൺവെൻഷൻ പറയുന്നില്ല. അന്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളിൽ പിടിയിലാകുന്ന സൈനികരെ വളരെ
മറ്റു പരിക്കുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമേ കൺവെൻഷൻ പറയുന്നു. ഒരു നിശ്ചിത സമയം പറയുന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് പ്രത്യേകിച്ച് കാർഗിൽ വാറിന്റെ സമയത്ത് 1999 ഇതുപോലെ വാഗ അതിർത്തി ഇതുപോലെ ഒരു അപകടം ഉണ്ടാവുകയും അന്ന് കെ നജികേത് എന്ന ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് പാകിസ്ഥാൻ പിടിയിലാവുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം 8 ദിവസത്തിന് ശേഷമാണ് വാഗ അതിർത്തി വഴി അദ്ദേഹത്തെ ഇന്ത്യക്ക് തിരികെ ലഭിച്ചത്. ഇപ്പോൾ അഭിനന്ദൻ വർത്തമാന്റെ കാര്യത്തിൽ അത് ഒരാഴ്ചയോ 10 ദിവസമോ നീളും എന്ന സൂചനകൾ നൽകുന്നുണ്ട്. കാരണം മറ്റു നയതന്ത്ര നീക്കങ്ങളൊക്കെ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്നുകൂടെ നോക്കണം. എന്നാൽ പോലും കൂടിപ്പോയാൽ ഒരു 10 ദിവസം അതിനുള്ളിൽ അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവന്തിക, അതോടൊപ്പം തന്നെ സെർലിംഗ്, പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ നടപടിക്കെതിരെ പാകിസ്ഥാൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ ഇന്നലെ ഇന്ത്യ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിനുള്ള പങ്കും സംഘടനയുടെ നേതാക്കൾ പാകിസ്ഥാനുണ്ടെന്നും അത്തരത്തിലുള്ള വിവരങ്ങളും ഇന്ത്യ കൈമാറിയെന്നുള്ള റിപ്പോർട്ടുകളും ഇന്നലെ വന്നിരുന്നു. തീർച്ചയായും. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയത്. പ്രതിഷേധം അറിയിച്ചു. അതിർത്തി കടന്നുള്ള പാക് നീക്കം എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലെ പാകിസ്ഥാൻ വിമാനങ്ങൾ എത്തിയത്, ആക്രമണം നടത്താൻ ശ്രമിച്ചത്. അതിനെ നമുക്ക് എതിർത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു. പുൽവാമ സ്ഫോടനത്തിൽ ഈ ജെയ്ഷെ മുഹമ്മദിന് പങ്കുണ്ട്, അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് പാക് ആർമിയാണ് എന്നും ഇന്നലെ ഈ ഹൈക്കമ്മീഷണറെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച തെളിവുകളും ഇന്ത്യ ഹൈക്കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ആദ്യമേ ആവശ്യപ്പെടുന്നത് തെളിവുകൾ നൽകുക, തെളിവുകളില്ലാതെ ഇന്ത്യ ആരോപണം ഉന്നയിക്കുകയാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഇപ്പോൾ തെളിവുകൾ കൂടി കൈമാറിയിരിക്കുന്നു. ഇനി ആ തെളിവുകൾ പാകിസ്ഥാൻ പരിശോധിക്കണം, അതിൽ മറുപടി നൽകേണ്ടതാണ്. കാരണം ഇതിനു മുമ്പ് നമുക്ക് ഉറി ആക്രമണ സമയത്തൊക്കെ തെളിവുകൾ കൈമാറിയിട്ടുണ്ട്, അത് ഗുണമുണ്ടായിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ അത് ആരോപണമായി ഉന്നയിക്കേണ്ട എന്ന് മാത്രം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തെളിവുകൾ ഇന്ത്യ ഇന്നലെ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ പൈലറ്റിനെ എത്രയും വേഗം വേണമെന്നറിയിച്ചു. ഈ ഇന്നലെ ഉണ്ടായ പാകിസ്ഥാന്റെ ആക്രമണത്തെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തെ എതിർപ്പ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. സ്വാഭാവിക ഇസ്ലാമാബാദുമായി അദ്ദേഹം ചർച്ച നടത്തി ഇതിന് മറുപടി നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെളിവുകൾ സംബന്ധിച്ച് മറുപടി നൽകണം പാകിസ്ഥാൻ. കൂടാതെ ഇപ്പോൾ പിടിയിലായ പൈലറ്റിനെ എപ്പോൾ കൈമാറുന്നത് സംബന്ധിച്ചും ഇന്ന് തന്നെ മറുപടി നൽകേണ്ടി വരും പാകിസ്ഥാൻ. സെർലിംഗ്, പിടിയിലായ പൈലറ്റ് അഭിനന്ദൻ തമിഴ്നാട് സ്വദേശിയാണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പാകിസ്ഥാൻ ചാനലുകളും പാകിസ്ഥാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു. പക്ഷെ അത് ഏറെ ഹൃദയഭേദകമാകുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാരഷൂട്ടിൽ അദ്ദേഹം വീഴുന്നത് പാകിസ്ഥാൻ സ്ഥലത്താണ്. അവിടെയുള്ള പ്രദേശവാസികളൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. മുഖത്താകെ ചോരയൊലിപ്പിച്ച് പിന്നീട് അദ്ദേഹത്തിനെ കൈകൾ രണ്ടും പുറകിലോട്ട് കെട്ടി അദ്ദേഹത്തെ കാറിലിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ കാണിക്കാൻ, പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റില്ല. വളരെ വേദനാജനകമായ ദൃശ്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് സംബന്ധിച്ച്, ആ ദൃശ്യങ്ങൾ സംബന്ധിച്ചൊന്നും ഇന്നലെ തന്നെ പ്രധാന മീഡിയകളൊന്നും സംസാരിക്കാൻ. എന്നാൽ പോലും ഇപ്പോൾ അഭിനന്ദൻ വർത്തമാനെ കുറിച്ച് മറ്റു വിവരങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ എയർ മാർഷലായി വിരമിച്ചയാളാണ്. 2014 വരെ പശ്ചിമ വ്യോമസേനയുടെ തലവൻ കൂടിയായിരുന്ന എയർ മാർഷൽ സിംഹക്കുട്ടി വർദ്ധമാനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ. അവർ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇന്നലെ അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷം ചെന്നൈയിൽ താമസിക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ മാധ്യമപ്രവർത്തകർ എത്തി. പക്ഷെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറായില്ല. പകരം ഒന്ന് മാത്രം പറഞ്ഞു, ആ ചിത്രങ്ങളൊന്നും പുറത്ത് കാണിക്കരുത്, ഇതുമായി ബന്ധപ്പെട്ട് വ്യോമസേന തന്നെ പ്രതികരണം നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇന്നും അവരും അവരുടെ കുടുംബങ്ങളും അതേ അപേക്ഷ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മകനെ സംബന്ധിച്ചുള്ള ഇത്തരത്തിൽ വിഷമകരമായ ചിത്രങ്ങൾ കുടുംബത്തിന് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു എയർ മാർഷലായി വിരമിച്ചത് കൊണ്ട് തന്നെ അവർ ഇത്തരം സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ അത്ര അങ്ങനെ തകർന്നു പോകുന്ന ഒരു കുടുംബമല്ല. അദ്ദേഹവുമായി വ്യോമസേന ബന്ധപ്പെടുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത്, അനൌദ്യോഗികമായി സംസാരിച്ചപ്പോൾ അറിയിച്ചത് മകൻ തിരിച്ചെത്തും എന്ന് തന്നെയാണ്. കുടുംബം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എന്നാണ് എയർ മാർഷൽ എസ് വർദ്ധമാൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ സന്തോഷ് സെർലിംഗ്, ഇന്നലെ അതായത് ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ അത്തരത്തിലൊരു മറുപടി നൽകിയെങ്കിൽ ഇന്ന് രാവിലെ വീണ്ടും പാകിസ്ഥാന്റെ സമീപത്ത് നിന്ന് വീണ്ടും ഒരു ആക്രമണമാണ് കശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
അവന്തിക, അതുതന്നെയാണ് ഇന്ത്യ പാക് ബന്ധത്തിൽ എപ്പോഴും ഉലച്ചിലുണ്ടാക്കുന്നത്. പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നല്ല പിള്ള ചമയാനായി പലപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറയാറുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചർച്ച ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അതിന് അനുകൂലമാവുകയില്ല. നമുക്കറിയാം, ഒരിക്കലും ആഗ്ര ഉച്ചകോടി ഇന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയി അടക്കമുള്ളവർ നടത്തിയതാണ് ആ ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ സമാധാനം പുലർത്തണമെന്ന് ഇരു രാഷ്ട്ര തലവന്മാരും കരാറുകൾ ഒപ്പിടുകയും ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അതിനുശേഷവും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു. പിന്നീട് ബസ് യാത്ര തന്നെ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. പക്ഷെ അപ്പോഴാണ് കാർഗിലേക്ക് വാജ്പേയി ആ ബസ് യാത്ര നടത്തുമ്പോൾ തന്നെ പാകിസ്ഥാൻ സൈന്യം കാർഗിലേക്ക് കടന്നുകയറ്റം നടത്തിയിരുന്നു. ഇന്ത്യ പാകിസ്ഥാനുമായി എല്ലാ വിധത്തിലുള്ള സമാധാന ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ചതോടെ ഡൽഹിയിൽ മടങ്ങിയെത്തുമ്പോൾ പ്രധാനമന്ത്രി കേൾക്കുന്നത് കാർഗിലെ ഇന്ത്യൻ സ്ഥലത്തേക്ക് പാകിസ്ഥാൻ പട്ടാളം കയറി എന്നാണ്. അത് പാകിസ്ഥാൻ എപ്പോഴും പറയുന്നത് ഒന്നാണ്, പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. അതാണ് ഇന്ത്യയുടെ അനുഭവം. ഇന്നലെ ഇമ്രാൻഖാൻ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് യുദ്ധം നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കുകയുമില്ല, എവിടെയാണ് ഇതെങ്ങനെയാണ് തീരുക എന്ന് നമുക്ക് പറയാനാകില്ല എന്നൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചയിലോട്ട് വരാം, എന്തിനെക്കുറിച്ചും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയും അതിർത്തിയിലെങ്ങും പാകിസ്ഥാൻ പട്ടാളം ഈ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇപ്പോഴും ഈ അതിർത്തി മേഖലകളിലുള്ള ഗ്രാമീണരെ സംരക്ഷിക്കേണ്ട, ബങ്കറുകളിൽ സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യൻ സേനയുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വാക്കുകൾക്ക് അനുചിതമായി പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെ സമാധാനം പുലർത്താൻ അവരാണ് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്. അതൊന്ന് ഈ പറഞ്ഞതുപോലെ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെയുള്ള എല്ലാ അതിക്രമങ്ങളും നിർത്തിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാവുക. മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ മണ്ണിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ അവർ തന്നെ നടപടിയെടുക്കുക. ഇത് രണ്ടുമാണ് ഇന്ത്യ നയതന്ത്ര മേഖലയിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരം ഒരു നീക്കമൊന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇമ്രാൻഖാന്റെ ഇന്നലത്തെ പ്രസ്താവനയോട് ഇന്ത്യ അത്ര കാര്യമായി പ്രതികരിക്കാതിരുന്നത്. അവന്തിക, ശരി, വ്യക്തമാണ്. സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വ്യോമസേന പൈലറ്റ് പാക് പിടിയിലായതോടെ മുഖം നഷ്ടമായി കേന്ദ്ര സർക്കാർ. പുൽവാമയിൽ തിരിച്ചടി നൽകിയത് ആഘോഷിക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൊട്ടടുത്ത ദിവസം പൊതുപരിപാടികൾ പോലും റദ്ദാക്കേണ്ടി വന്നു. പാകിസ്ഥാൻ പിടിയിലുള്ള വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തോടുള്ള പാക് പ്രതികരണം ഇന്നറിയാം. പാക് മണ്ണിൽ കടന്നുകയറി തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ആഘോഷം തീരുന്നതിനു മുമ്പാണ് ഇന്ത്യയെ ഞെട്ടിച്ച് പൈലറ്റ് പാക് പിടിയിലായത്. പാകിസ്ഥാൻ തടങ്കലിലാക്കിയ MiG-21 വിമാനത്തിന്റെ പേര് വിദേശകാര്യവകുപ്പ് പരസ്യമാക്കിയിട്ടില്ല. പക്ഷേ പാക് മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനാണ് പാക് തടങ്കലിലുള്ളത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജനീവ കരാർ പ്രകാരം വിംഗ് കമാൻഡറെ സംരക്ഷിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. സുരക്ഷിതമായി തിരികെ ഏൽപ്പിക്കണമെന്നും ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ വിദേശകാര്യ വകുപ്പോ പ്രതിരോധ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല. യുദ്ധമല്ലാത്ത സമയത്ത് ഇന്ത്യ പാക് സംഘർഷങ്ങൾ പലതവണയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും വ്യോമസേന പൈലറ്റിനെ ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല. തിരികെ എത്തിക്കാൻ പാകിസ്ഥാനുമായി വീണ്ടും നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കേണ്ട അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയമായും മോദിക്കും BJPക്കും ഏറെ ക്ഷീണം ചെയ്യും ഇത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാനായിരുന്നു BJPയുടെ ശ്രമം. പക്ഷെ ഒരു ഇന്ത്യൻ പൈലറ്റ് പാക് പിടിയിലായത് ന്യായീകരിക്കാൻ ഭരണപക്ഷം ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് സമീപനം തിരിച്ചടിയാകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബന്ധുക്കളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CBI അന്വേഷണം വന്നാൽ കൊലക്കേസിൽ CPIM നേതാക്കളെയും പ്രതി ചേർക്കാൻ വഴി തേടുകയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം. പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തെ അപലപിക്കാത്തവർ ആരുമില്ല. കേസിൽ അറസ്റ്റിലായ ഏക CPIM അംഗത്തെ പാർട്ടി പുറത്താക്കുകയും മറ്റ് പ്രതികൾക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ജില്ലാ നേതൃത്വവും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ തീരുമാനത്തിന് കാക്കാതെ CBI അന്വേഷണം എന്ന ആവശ്യമുന്നയിച്ച് വിവിധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ജില്ലയിൽ കോൺഗ്രസ്. പ്രശ്നം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി നിലനിർത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കാത്ത കോൺഗ്രസ് UDF നിലപാടുകളെ CPIM അപലപിച്ചു. സർക്കാർ നിർദ്ദേശിക്കുന്ന ഏതന്വേഷണത്തെയും CPIM ഭയക്കുന്നില്ലെന്ന് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണം ഏതറ്റം വരെ പോകുന്നുവോ പോയിക്കോട്ടെ, CPIMന് അതിലൊരു ഭയവുമില്ല. മടിയിൽ കനമുള്ളവന് മാത്രമേ മറ്റുള്ളവരെ പേടിക്കേണ്ടതുള്ളൂ.
ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസ് വിവിധ സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. CPIM നേതാക്കളെ കേസിൽ പ്രതി ചേർക്കാത്തതാണ് കോൺഗ്രസിന്റെ അമർഷം. CBI വന്നാൽ ലക്ഷ്യം നേടാനാകുമെന്ന് അവർ തുറന്നു പറയുന്നു. CBI അന്വേഷണത്തിനു വേണ്ടി സമരം ഏതറ്റം വരെ കൊണ്ടുപോകുവാനും CPIM നേതാക്കളെ അറസ്റ്റ് ചെയ്യും വരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്രമമില്ലെന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. അവരെ ഏൽപ്പിച്ച, അവർക്ക് നേതൃത്വം കൊടുത്ത CPIMന്റെ നേതാക്കൾ ഗൂഢാലോചന കുറ്റത്തിൽ കടന്നു വരണം. അവരെ കുറ്റവാളിയാക്കുന്നതുവരെ, CBI ഉത്തരവ് വാങ്ങുന്നതുവരെ കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വിശ്രമമില്ല. പെരിയയിൽ കോൺഗ്രസ് നടത്തിയ ആക്രമണങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 24 കേസുകളിൽ 500ഓളം പേർ പ്രതികളാണ്. കോൺഗ്രസിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതികളാണ്. അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് CPIM മാർച്ച് 1 പെരിയയിൽ പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം സോണൽ ADGP ആയിരുന്ന അനിൽകാന്തിനെ വിജിലൻസ് ADGP ആയി സർക്കാർ നിയമിച്ചു. ഷെയ്ഖ് ദർവേഷ് സാഹിബ് ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കാണ് നിയമനം. 51 DYSP അഡീഷണൽ SP-മാർക്കും സ്ഥലം മാറ്റം. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പ്രഫുല്ല ചന്ദ്രൻ കൊല്ലത്ത് സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറാക്കി. സ്റ്റുവർട്ട് കീലറാണ് പുതിയ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ. കൊല്ലം DCRB DYSP വിനോദ് നെടുമങ്ങാട് DYSP ആയും ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ A. പ്രതാപ് കുമാറിനെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറായി മാറ്റി നിയമിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ദിൻ രാജാണ് പുതിയ കൊട്ടാരക്കര DYSP. സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്റെയും സുഡുമോന്റെയും ഉമ്മ ജമീലയെ അവതരിപ്പിച്ച സാവിത്രി ശ്രീധരൻ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. ജീവിതത്തിലെ രണ്ടാമത്തെ അഭിനയമാണ് സിനിമയിലേതെന്നും അവാർഡ് ലഭിച്ചതിൽ അതിരറ്റ സന്തോഷമുണ്ടെന്നും സാവിത്രി പറയുന്നു. ഓനൊന്നും മനസ്സിലാവൂല, ഇംഗ്ലീഷിൽ തന്നെ പറയേണ്ടി വരും. നാടകരംഗത്തെ നക്ഷത്ര തിളക്കത്തിന് സിനിമാ രംഗത്തും അംഗീകാരം ലഭിച്ചപ്പോൾ ആദ്യം അവിശ്വസനീയതയായിരുന്നു സാവിത്രി ശ്രീധരന്. പിന്നെ ഒരുപാട് സന്തോഷം കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്തൊരു അത്രയ്ക്കും സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അഭിനയ ജീവിതത്തിലെ രണ്ടാമത്തെ സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. വളരെ ചെറുപ്പത്തിൽ MTയുടെ കടവിൽ അഭിനയിച്ച ഓർമ്മ മാത്രം. സിനിമാ രംഗത്തെ മിന്നും പ്രഭാവങ്ങൾ കണ്ടുണ്ടായ അപകർഷതാബോധത്തിൽ നിന്നാണ് ഇതുവരെ സിനിമയോട് അടുക്കാതിരുന്നതെന്ന് സാവിത്രി ശ്രീധരൻ എന്ന നാട്ടിൻപുറത്തുകാരി പറയുന്നു. എനിക്ക് ഒരു അപകർഷതാബോധം, സിനിമയിലേക്കൊന്നും പറ്റൂല. എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. സിനിമാ ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വലിയ ആൾക്കാർ, ഗ്ലാമർ ലോകമാണ്, ഗ്ലാമർ ലോകത്തുള്ള ഗ്ലാമർ ജീവിതമാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വലിയ ആൾക്കാരാണ്. അപ്പം അയ്യോ അങ്ങോട്ടൊന്നും നമ്മൾ വേണ്ട, പോവാതിരിക്കാൻ നല്ലതെന്ന് ഞാൻ മനസ്സ് പറഞ്ഞു. സുഡാനി ഫ്രം നൈജീരിയയിലെ മജീദിന്റെയും സുഡുമോന്റെയും അമ്മ ജമീല പ്രേക്ഷക ഹൃദയം കീഴടക്കി കഴിഞ്ഞെന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന ഫോൺ കോളുകളോടെ മനസ്സിലായിരുന്നു. അവാർഡ് വിശേഷം അറിഞ്ഞപ്പോഴും ആരാധകരുടെ ഫോൺ കോൾ പ്രവാഹമാണ്. 60-61 കാലഘട്ടത്തിൽ നാടകാഭിനയത്തിന് പോയിരുന്ന സ്ത്രീകൾ അനുഭവിച്ച സാമൂഹ്യ നിന്ദകളൊന്നും തന്നെ വേട്ടയാടിയിട്ടില്ലെന്നും കോഴിക്കോട്ടെ ജനതയും തന്റെ അച്ഛനും കുടുംബവും അന്നും ഇന്നും കലയെയും കലാകാരികളെയും ഹൃദയത്തിലേറ്റിയവരാണെന്നും സാവിത്രി ശ്രീധരൻ പറയുന്നു. ഈ കോഴിക്കോട്ടുകാരാണ് എന്നെ വളർത്തിയത്. എനിക്ക് സ്നേഹവും പ്രോത്സാഹനവും അംഗീകാരവും അനുഗ്രഹവും ഒക്കെ തന്ന് എന്നെ വളർത്തിയത് എൻ്റെ കോഴിക്കോട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണ്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടാ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില.